ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. ഒരാഴ്ചത്തെ 7 ദിവസത്തെ ഒരു ഇടവേള, ഒരു ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് ഇന്ന് മുതൽ തുടങ്ങുകയാണ്. തെക്ക് വടക്ക് എന്ന് പറഞ്ഞ സിനിമ. വളരെ യാദൃശികമായിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ കയറിയത്. വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടല്ല. എനിക്ക് ഭയങ്കര ഒരു സാഹചര്യത്തിൽ എനിക്ക് സമയം കളയാൻ വേണ്ടിയിട്ട് വേറെ വഴിയില്ല. അപ്പൊ അടുത്തുള്ള ഒരു തിയേറ്ററിൽ ഈ സിനിമ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കയറി കണ്ട സിനിമയാണ് തെക്ക് വടക്ക്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് പ്രേം ശങ്കർ ആണ്. ഓക്കെ, റിട്ടേൺ ബൈ എസ് ഹരീഷ്, മ്യൂസിക് സാം CS, DOP സുരേഷ് രാജൻ, സുരാജ് വെഞ്ഞാറമ്മൂട്, വിനായകൻ തുടങ്ങിയവരൊക്കെയാണ് മെയിൻ റോളിലും മെയിൻ്റെ ക്യാമറയ്ക്ക് പിന്നിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സോ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഞാനൊരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞത്, എനിക്ക് സിനിമ കയറുന്നതിന് മുമ്പ് ചെറിയൊരു എക്സ്പെക്ടേഷൻ, അതായത് ഇവരുടെ പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വിനായകനും സുരാജ് വെഞ്ഞാറമ്മൂടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ. അപ്പൊ ട്രെയിലറും മോശമില്ലാത്തൊരു ട്രെയിലറും നമ്മൾ വിചാരിക്കും ഇത് ഓക്കെ, ഒരു നല്ലൊരു ഫൺ സംഭവമാണ്. അല്ലെങ്കിൽ രണ്ടാളൊക്കെ സുരാജും ഉണ്ട് വിനായകനുണ്ട്, പിന്നെ വേറെ തന്നെ ഒരു ഗംഭീര ഒരു വെറൈറ്റി ലുക്കിലാണ് രണ്ടാളും. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ശരി, എക്സ്പെക്ടേഷൻ ഉണ്ട് എന്ന് പറഞ്ഞൊരു കയറിയ സിനിമയായിരുന്നു തെക്ക് വടക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ എന്നെ അടാറ് മുഷിപ്പിക്കലാണ് മുഷിപ്പിച്ചത്. ഇജാതി ഒരു കൂതറ സിനിമ ഞാൻ എൻ്റെ ഈ ഒരു ഇടയ്ക്ക്, ഈ ഒരു കൊല്ലമായിട്ട് ഇങ്ങനെ ഒരു മുഷിപ്പിച്ച അല്ലെങ്കിൽ ഇത്രയും അതമ്പതിച്ചൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കിടത്തി ഉറക്കി കളഞ്ഞൊന്നുമില്ല. ഒരു താരാട്ട് പാട്ടും കൂടി ഉണ്ടായിരുന്ന നല്ല സുഖത്തിൽ AC-ലിട്ട് 2.5 മണിക്കൂർ നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു സിനിമ കണ്ടിറങ്ങിയ സമയത്ത്. സിനിമ കാണാൻ 10-20 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പോസ്റ്ററൊക്കെ കണ്ടിട്ട് ഇവരെ സുരാജിനെ വിനായകനൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൊതിച്ച് പോയ ആൾക്കാരായിരുന്നു. ഒരു ഫീലിംഗും ഇല്ലാത്തൊരു പടം. എന്താണോ, ഒന്നുകിൽ നമ്മളെ ചിരിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനായിട്ട് എന്തെങ്കിലും ടച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. ഇത് 2.5 മണിക്കൂർ എന്തിനോ വേണ്ടി. ഈ ഫസ്റ്റ് ഹാഫ് ഒക്കെ എന്ന് പറഞ്ഞാൽ സീനുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ചിരിക്കാനുള്ള, ഇവർ രണ്ടാളും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുന്നത് കൊണ്ട്, ആ ഒരു ജോണറിലുള്ള പടമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് തരുമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ അന്തം വിട്ട പെരിച്ചായിനെ പോലെ, ഇങ്ങനെ ചത്ത കോഴിനെ പോലെ, നനഞ്ഞ കോഴിനെ പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു 2.5 മണിക്കൂർ. ഒന്നുമില്ല, കംപ്ലീറ്റ്ലി സീറോ തന്ന ഒരു ഇമോഷനായിട്ടോ അല്ലെങ്കിൽ ചിരിപ്പിക്കാനോ ഒന്നുമില്ല. അവിടെ ഇവിടെ എങ്ങനെ ഈ കടലിലെ തുള്ളികൾ പോലെ ഇല്ലേ, അല്ല വലിയ കടലിൽ നമ്മൾ തുള്ളി ബക്കറ്റിൽ ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ ആയിരുന്നു അവസ്ഥ. അവിടെ എവിടെയും അതും നമ്മളെ ചിരിപ്പിക്കുന്നൊന്നുമില്ല. വെറുതെ ഒരു അറ്റ്ലീസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഭേദമായ ചെറിയ ചെറിയ സംഭവങ്ങൾ, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്റർവെൽ ഞാൻ പുറത്തൊന്നും പോയിട്ട്, ഇന്റർവെല്ലിന് അവിടെ തന്നെ ഇരുന്നു. എന്താണ് വെറുതെ ഇങ്ങനെ ഇരിക്കും, ഫോണും നോക്കി ഇങ്ങനെ ഇരുന്നു. ഇന്റർവെല്ലിന് ശേഷം ഒരു പാട്ടുണ്ടായിരുന്നു. അതിൽ ആ പാട്ട് വിനായകന്റെ ഒരു ഡാൻസും കാര്യമുള്ള ഒരു പാർട്ടി മൂടുള്ള ഒരു പാട്ടായിരുന്നു. പാട്ട് ഓക്കെ, പക്ഷെ ആ പാട്ടിന്റെ ഒരു വൈബ് ഒരു അതുവരെ കണ്ട പടത്തിൽ നിന്നും അറ്റ്ലീസ്റ്റ് നമ്മളെ ഒന്ന് ഉണർത്തിയ ഒരു പാട്ടായിരുന്നു അത്. ആ പാട്ടിന്റെ വൈബിൽ തന്നെ ഈ മൊത്തം സിനിമ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കൊതിച്ചുപോയി. ബിക്കോസ് ആ നല്ലൊരു സംഭവമായിരുന്നു, ഒരു പാട്ടും ഡാൻസൊക്കെ ആയിട്ട്. അതേപോലെ ഇവര് ലാസ്റ്റ് ടൈമില് ഇവര് കുറച്ച് കരാട്ടെ കളരിപ്പയറ്റ് എന്ന രീതിയിലൊക്കെ ഇവർ രണ്ടാളും ആ ഒരു അഭ്യാസിയാണ് എന്ന് കാണിക്കുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ആ ജോണറിലേക്ക് കൊണ്ടുപോയി ഒരു ആക്ഷൻ, അല്ലെങ്കിൽ ഒരു ഫണ്ണി ആക്ഷൻ, ഫൺ പ്ലസ് ആക്ഷൻ ആ ഒരു ജോണറിലേക്ക് കൊണ്ടുപോയി ക്ലൈമാക്സ് ഒക്കെ ഒന്ന് ഗംഭീരമാക്കി ആ രീതിയിലൊക്കെ ഒരു നല്ലൊരു ഫൈറ്റ്, മ്യൂസിക്, മാസ് അങ്ങനെയൊക്കെ ഒരു ഓറ കൊടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും കണ്ടിരിക്കാം എന്ന രീതിയിൽ പോകുമായിരുന്നു ഒരു സിനിമ. പക്ഷെ ക്ലൈമാക്സിന് മുമ്പും ശോകം, ഇന്റർവെല്ലിന് കഴിഞ്ഞ് കുറച്ച് 1-2 സ്ഥലങ്ങളിൽ ഒന്നൊന്ന് ചിരിപ്പിച്ചു നല്ലാണ്ട് എൻറ്റയർലി സിനിമ മുഷിപ്പിക്കലായിരുന്നു. മുഷിപ്പിക്കലിന്റെ അങ്ങേ അറ്റായിരുന്നു ഈ ഒരു തെക്ക് വടക്ക് എന്നുള്ളത്. അവസാനം സിനിമ കഴിഞ്ഞ് എല്ലാവരും കുറച്ചാൾ തെക്കോട്ട് പോയി, കുറച്ചാൾ വടക്കോട്ട് പോയി. സുരാജ് വെഞ്ഞാറമൂടിനൊക്കെ ഇത് എന്ത് പറ്റിയെന്നുള്ളൊരു സംഭവമുണ്ട്. മൂപ്പരൊക്കെ ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാൻ തുടങ്ങിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം. എജ്ജാതി കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ കംപ്ലീറ്റ് ഡിഫറൻറ്റ് സംഭവമായിരുന്നു. അതിപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ രീതിയിലുള്ള കുറേ പടങ്ങൾ, ഒരു ജനഗണമന വന്നു. പക്ഷെ അതിലൊക്കെ അവതരിപ്പിച്ച സുരാജിന്റെ ക്യാരക്ടർ അത്തരം പടങ്ങളായിരുന്നു മൂപ്പര് തെരഞ്ഞെടുക്കല്. അപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നു. അതേപോലെ വിനായകനും ഒട്ടും മോശം നല്ല രീതിയിൽ. പിന്നെ മൂപ്പര് അന്ന് പറഞ്ഞ പോലെ ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാതെയാണ് എല്ലാ പടങ്ങളും അക്സെപ്റ്റ് ചെയ്യാന്ന് മൂപ്പര് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും അതന്നെയൊക്കെ ആയിരിക്കാം. പക്ഷെ സുരാജിന് ഇപ്പൊ ഇത് എന്ത് പറ്റിയെന്നില്ല ആലോചിക്കണം. ക്യാരക്ടറൊക്കെ കൊള്ളാം, രണ്ടാളെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ ആ ഒരു ഡയറക്ഷൻ ആൻഡ് സ്റ്റോറി, പാളിയ തിരക്കഥ, പാളിയ കഥ,
ഒക്കെയാണ് ഇതിന്റെ കാരണം. നല്ലൊരു രണ്ട് ക്യാരക്ടറായിരുന്നു. പക്ഷെ ആ ക്യാരക്ടറിനെ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആ കംപ്ലീറ്റ് സിനിമയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ വളരെ ശോകമായ നിലയിലായിരുന്നു. പക്ഷെ വേറൊക്കെ രീതിയിലൊക്കെ അത് അവലംബിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ഒരു ഒരു ചെറിയ തരിക്കെങ്കിലും നമുക്ക് ചിരിക്കാനുള്ള ഒരു സ്കോപ്പ് പ്രേക്ഷകന് ഇട്ട് കൊടുക്കുന്നില്ല എന്ന് സംഭവം. പിന്നെ വളിച്ച കുറെ കോമഡികൾ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഡയലോഗ്, കുറെ സീൻസ്, പിന്നെ ഇതെങ്കിലും ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പടത്തിൽ അവിടെ എവിടെയും ചെറിയ ചെറിയ രീതിയിൽ ചെറിയ സീൻസുകളൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് ടോട്ടലി സിനിമ അട്ടർ വേസ്റ്റ് ആയിരുന്നു. എനിക്ക് പറയാനുള്ളത് പൈസ കളയണ്ട എന്നുള്ളതാണ്. ഇനി ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോന്ന് അറിയില്ല. എന്നെ തീരെ മടുപ്പിച്ചു, താരാട്ട് പാടിയ ഉറക്കിയ ഒരു സിനിമ തന്നെയായിരുന്നു തെക്ക് വടക്ക്. സോ ഇനി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ സപ്പോർട്ടിങ് ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.